Graphic recording in Facsimile system. Oldest and most accurate recording method used in fax system. ഇവിടെ ഇലക്ട്രിക്കൽ സിഗ്നൽ റിസീവ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽ അല്ലേ, അതിൽ വരുന്നത് ലൈറ്റ് വേരിയേഷൻസിനെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് മാറ്റിയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഇലക്ട്രിക്കൽ സിഗ്നലാണ് ഇവിടെ ലൈറ്റ് ബീമിനെ കൺട്രോൾ ചെയ്യുന്നത്. ലൈറ്റ് ബീമിന്റെ ഇന്റൻസിറ്റി എങ്ങനെയായിരിക്കണം എന്ന് കൺട്രോൾ ചെയ്യുന്നത് ഈ റിസീവ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കൺട്രോൾ ചെയ്ത ലൈറ്റ് ബീം ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം അല്ലെങ്കിൽ ഒരു പേപ്പറിന്റെ മുകളിൽ എക്സ്പോസ് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു വിസിബിൾ ഇമേജ് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ഇതിന്റെ ഫോട്ടോഗ്രാഫി റെക്കോർഡിംഗ് പറയുന്ന അതിന്റെ ഡെഫിനിഷൻ പറയുമ്പോൾ ഒരു ഫാസിമൽ റിസീവർ കൺവേർട്സ് ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻറ്റു വേരിയേഷൻസ് ഓഫ് ലൈറ്റ് ഇന്റൻസിറ്റി ദാറ്റ് എക്സ്പോസസ് ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ. നോക്കൂ, റിസീവ്ഡ് ഇലക്ട്രിക്കൽ സിഗ്നൽ അത് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ബ്രൈറ്റ്നെസ് വേരിയേഷനാണ് അല്ലെ. ട്രാൻസ്മിറ്റർ കേസിൽ പറഞ്ഞു ബ്രൈറ്റ്നെസ് വേരിയേഷൻ അനുസരിച്ചിട്ടാണ് അവിടെ ഇലക്ട്രിക്കൽ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റിസീവ്ഡ് ഇലക്ട്രിക്കൽ സിഗ്നലിൽ ബ്രൈറ്റ്നെസ് വേരിയേഷൻ അനുസരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ബ്രൈറ്റ്നെസ് വേരിയേഷൻസിലുള്ള ഇലക്ട്രിക്കൽ സിഗ്നലാണ് ലൈറ്റ് സോഴ്സിന്റെ ഇന്റൻസിറ്റിയെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ലാമ്പോ മോഡുലേറ്റഡ് ബീമോ അങ്ങനെ ഏതെങ്കിലും ഒന്നിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ റിസീവ് ചെയ്ത ഇലക്ട്രിക്കൽ സിഗ്നലാണ്. അങ്ങനെ ഈ ലൈറ്റ് ബീം ഒരു ഫോട്ടോഗ്രാഫിക് പേപ്പർ അല്ലെങ്കിൽ ഫിലിമിന്റെ മുകളിൽ എക്സ്പോസ് ചെയ്യും, ഫോക്കസ് ചെയ്യും. ഓക്കെ, അത് എവിടെയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്? ഒരു റൊട്ടേറ്റിംഗ് ഡ്രമ്മിന്റെ മുകളിലാണ് ഈ ഫോട്ടോഗ്രാഫിക് പേപ്പർ അല്ലെങ്കിൽ ഫിലിം ഒരു റൊട്ടേറ്റിംഗ് ഡ്രമ്മിന്റെ മുകളിൽ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ ഫോട്ടോഗ്രാഫിക് പേപ്പറിലേക്കാണ് ഈ ലൈറ്റ് ബീം ഫോക്കസ് ചെയ്യുന്നത്. ലൈറ്റ് ബീമിന്റെ പ്രത്യേകത എന്താണ്? ആ റിസീവ് ചെയ്ത ഇലക്ട്രിക്കൽ സിഗ്നലാണ് ഈ ലൈറ്റ് ബീമിന്റെ ഇന്റൻസിറ്റിയെ കൺട്രോൾ ചെയ്യുന്നത്. സോ ആ റിസീവ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ സിഗ്നലിനോട് അതിനനുസരിച്ചിട്ടുള്ള ഒരു ലൈറ്റ് ബീമാണ് വരുന്നത്. അതാണ് ഈ ഫോട്ടോഗ്രാഫിക് പേപ്പറിനെ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഡ്രമ്മിന്റെ പ്രത്യേകത എന്താ? മൗണ്ട് ചെയ്തിരിക്കുന്ന ഡ്രം റൊട്ടേറ്റ് ചെയ്യും ആൻഡ് മൂവ് സ്ലോലി ഇൻ ആക്സിയൽ ഡയറക്ഷൻ. സോ ലൈറ്റ് ബീം സ്കാൻസ് ദ എൻറ്റയർ സർഫസ് എക്സ്പോസിങ് ലൈൻ ബൈ ലൈൻ. സോ എക്സ്പോഷർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിലിം, ഒരു പേപ്പർ ഡെവലപ്പ് ചെയ്യും. അത് അതേപോലെ നമുക്ക് വിസിബിൾ കോപ്പി ആയിട്ട് കിട്ടില്ല. അത് എന്ത് ചെയ്യണം? കെമിക്കലി ചില പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴാണ് അത് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ആയിട്ട് കിട്ടുന്നത്. സോ അതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം പറയുകയാണെങ്കിൽ ആദ്യം റിസീവ്ഡ് സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യും, പിന്നെ ഒരു ലൈറ്റ് മോഡുലേറ്റർ, സോ ലൈറ്റ് സോഴ്സ്, ഒപ്റ്റിക്കൽ ലെൻസ് സിസ്റ്റം, ഫോട്ടോഗ്രാഫിക് പേപ്പർ ഓൺ റൊട്ടേറ്റിംഗ് ഡ്രം. സോ റിസപ്ഷനിസ്റ്റ് കേസിൽ റിസപ്ഷനിലെ ഇലക്ട്രിക്കൽ സിഗ്നൽ അല്ലെ, ഇമേജ് ഇൻഫർമേഷൻ ഉള്ള ഇലക്ട്രിക്കൽ സിഗ്നൽ റിസീവ് ചെയ്യും, ആംപ്ലിഫൈ ചെയ്യും, ലൈറ്റ് മോഡുലേഷൻ നടക്കും. അത് ആംപ്ലിഫൈഡ് സിഗ്നൽ മോഡുലേറ്റ്സ് ദ ലൈറ്റ് ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ഫോർ ദ ലാമ്പ് ഓർ ലേസർ. ആൻഡ് ഒപ്റ്റിക്കൽ റെക്കോർഡിംഗ് ആണ്. അതായത് ഈ ഫിലിമിനെ ഒരു റൊട്ടേറ്റിംഗ് ഡ്രമ്മിൽ മൗണ്ട് ചെയ്തിട്ടുണ്ടാവും, അവിടേക്ക് ഈ ലൈറ്റ് ഫോക്കസ് ചെയ്യും, ആ ഡ്രം മൂവ് ചെയ്യും. സോ അങ്ങനെ ലൈൻ ബൈ ലൈൻ റെക്കോർഡിംഗ് നടക്കും. ഇനി എന്ത് ചെയ്യും? ആ എക്സ്പോസ് ചെയ്ത ആ ഫോട്ടോഗ്രാഫിക് മെറ്റീരിയലിൽ കുറച്ച് കെമിക്കൽ പ്രോസസ്സിലൂടെ കടത്തിയിടുമ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള ഒറിജിനൽ ഡോക്യുമെന്റ്സ് ലഭിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ റെക്കോർഡിംഗ് മീഡിയം ഫോട്ടോഗ്രാഫിക് ഫിലിം ഓർ പേപ്പർ. കൺട്രോൾ സിഗ്നൽ എല്ലാ കേസിലും കൺട്രോൾ സിഗ്നൽ എന്തായിരിക്കും? റിസീവ്ഡ് ഇലക്ട്രിക്കൽ സിഗ്നൽ തന്നെ ആയിരിക്കും. ആ റിസീവ്ഡ് ഇലക്ട്രിക്കൽ സിഗ്നൽ അനുസരിച്ചിട്ടാണ് ഔട്ട്പുട്ടിലേക്ക് ഡാറ്റ വരുന്നത്. സോ കൺട്രോൾ സിഗ്നൽ ഓൾവേസ് റിസീവ്ഡ് ഇലക്ട്രിക്കൽ സിഗ്നൽ. സ്കാനിംഗ് ടൈപ്പ് ഇവിടെ സിലിണ്ടറിക്കൽ ആണ്. റെക്കോർഡിംഗ് മെത്തേഡ് എക്സ്പോഷർ ടു മോഡുലേറ്റഡ് ലൈറ്റ്. പോസ്റ്റ് പ്രോസസ് ചെയ്യുന്നതിന് ശേഷം എന്തുകൂടി ചെയ്യണം? ഒരു കെമിക്കൽ ഡെവലപ്മെന്റ് കൂടി ചെയ്യണം. ഓക്കെ, ഇതിൽ ഏറ്റവും പ്രധാനം വെരി ഹൈ ഇമേജ് റെസൊല്യൂഷൻ ആൻഡ് ടോൺ ക്വാളിറ്റിയാണ്. ചെറിയ രീതിയിലുള്ള ലൈറ്റിന്റെ വ്യത്യാസങ്ങൾ വരെ അത് അക്യുറേറ്റ് റീപ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഗ്രേ സ്കെയിൽ ഇമേജ് എന്ന് പറയുന്നത്. അക്യുറേറ്റ് റീപ്രൊഡക്ഷൻ ഓഫ് ഗ്രേ സ്കെയിൽ ഇമേജസ് സ്യൂട്ടബിൾ ഫോർ ഫോട്ടോഗ്രാഫ്സ്, മാപ്സ്, വെതർ ചാർട്ട്സ്, ഗുഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ് ഇമേജ് ട്രാൻസ്മിഷൻ. ഇതിന്റെ മെയിൻ പ്രശ്നം ലൈറ്റ് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കിട്ടുന്നില്ല, വീണ്ടും ഒരു കെമിക്കൽ ഡെവലപ്മെന്റ് വേണം. സോ നോട്ട് ഇൻസ്റ്റന്റ്, ഇറ്റ് റിക്വയർസ് ടൈം. ഓക്കെ, സ്ലോവർ ദാൻ തെർമൽ ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് റെക്കോർഡിംഗ് ആൻഡ് നീഡ് ഡാർക്ക് റൂം കണ്ടീഷൻ ഫോർ പ്രോസസ്സിംഗ്. നോട്ട് സൂട്ടബിൾ ഫോർ മോഡേൺ ഓഫീസ് യൂസ്. ഓക്കെ, ഇമേജ് ക്വാളിറ്റി വളരെ ഹൈ ആണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുപോലെ ഏർലി ഫാസ്മൈൽ സിസ്റ്റം, വെതർ മാപ്സ്, പ്രസ് ഫോട്ടോ ട്രാൻസ്മിഷൻ ഇവിടെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്.